നാടൻ പലഹാരം നമുക്കുണ്ടാക്കാം. വൈകിട്ടത്തെ ചായക്കെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക്, മുറുക്ക്. ഞാൻ സാവിത്രി സുരേഷ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ റിക്വസ്റ്റ്, വീഡിയോ എല്ലാവരും മുഴുവനും കാണണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് എഴുതാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കണ അതേ പൊടിയാണ്. അതിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് ഞാൻ കഴുകി വാരി വെച്ചതാണ്. ഇതൊന്ന് ആദ്യം വറുത്തെടുക്കാം. ഇത് ഒരുപാട് ചുമന്ന് പോകണ്ട, ഇത്രയും മതി. ഇനി ഇത് ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കാം. ഉഴുന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഉഴുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി കുഴച്ചെടുക്കാം. അരിപ്പൊടി 1 കപ്പ്, കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഉപ്പ് ഇത്ര ഇടുന്നുണ്ട്, നോക്കിയിട്ടിടാം. ഒരു സ്പൂൺ ബട്ടർ. ഞാനിതിലൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ട് അതിലേക്ക് ഒരു 6 ഉള്ളി, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചതാണ്. ഇത് ചേർക്കുന്നത് മുറുക്കിനൊരു നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എള്ള്, ഒരു നുള്ളു കായപ്പൊടി, ഇത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് മാവ് നല്ല കുഴച്ച് മയപ്പെടുത്തിയിട്ടുണ്ട്. 5 മിനിറ്റോളം കുഴച്ചതാണ്. ഇനി മുറുക്കിൻ്റെ സേവനാഴിയിൽ മുറുക്കിൻ്റെ അച്ചിട്ടിട്ട് നമുക്ക് അതിലിട്ട് പിഴിഞ്ഞെടുക്കാം. ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് ഇതിലേക്ക് നമുക്ക് മുറുക്ക് ഉണ്ടാക്കി വെക്കാം.
അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കാം. എണ്ണ ചൂടായി നോക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി മുറുക്ക് ഓരോന്നായിട്ട് ഇടാം. ഫ്ലെയിം ഒരു മീഡിയം ഇതിൽ വെക്കാം. ഇതായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഈ പത നിൽക്കുന്നതാണ് അതിൻ്റെ പാകം. ഈ ബാക്കി നമുക്ക് വറുത്തെടുക്കാം. ഒരു അരിപ്പയിൽ കോരി വെക്കാം. ഇനി ബാക്കിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. മുറുക്കെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇവിടെ തേങ്ങയും ആ ഉള്ളിയും അരച്ചേർത്തതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ ഡിഷുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.